Yeah, India. Why? What problem? I check passport, no problem. Only for Indian? Yeah. When is your marriage? Tell me. Fatima, எனக்கு வந்து ചേച്ചി. ചേച്ചിനാ മലയാളത്തിൽ ചേച്ചി എന്ന് சொல்லுவே തമിഴിൽ ചേച്ചി കുറിഞ്ഞു എന്തിര് അണ്ണ എന്തിര് പറയണം ഒന്നും മനസ്സിലാവില്ല. ഡൂറിയൻ എനിക്ക് തണ്ട ഡൂറിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇവിടെ തണ്ട മുട്ട അവസാനം ആരെയല്ല കാണാൻ വേണ്ടി വന്നത്, നമ്മുടെ സ്വന്തം മലേഷ്യൻ പാത്തുമ്മാടെ ആട് ഞാനാണ് കാണാൻ വേണ്ടി വന്നത്. പാത്തുമ്മാടെ ആട്. Walaikum assalam. How are you? Oh my god. What's this? Oh my god, what is it? Why you bring all of this thing? Yeah, because I'm leaving. Straight away. Going to Thailand. I see. Where is Ashikin? Penang. Penang. Yes. Not here. And then Oh, not here. Yeah. Oh, Ashikin ഇല്ല കേട്ടോ. അങ്ങനെ ഫാത്തിമയെ കണ്ടു. ഫാത്തിമയുടെ വില്ലേജിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഫാത്തിമ വേറെ ഇവിടെ ഒരു പരിപാടിക്കായിട്ട് തിരക്കിലാണ്. പിന്നെ ഇന്ന് ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. Where are we going? Chinatown. 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 China is Malaysia. മലേഷ്യയിൽ ചൈനയെ പറയുന്ന ചീന എന്നാണ് കേട്ടോ. ചീനച്ചട്ടി. Okay. Which place is this? What is this place? This is Pasar Seni. Pasar Seni? Yes. Pulsar Seni? Pasar Seni. ഇതാണ് പൾസർ സുനി കേട്ടോ. പസാർ സുനി. Pasar means market. മാർക്കറ്റ്. സനി And മാർക്കറ്റ്. means art. ആർട്ട് മാർക്കറ്റ്. Yes. പസാർ സെനി എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പേര് പറയുന്നത്. ദിസ് ഈസ് ആൾസോ ചൈന ടൗൺ, റൈറ്റ്? Yes, Chinatown is over there. ഓ, അവിടെയാണ് ചൈന ടൗൺ. ഇത് പസാർ സെനി സ്ട്രീറ്റ് ആർട്ടിൻ്റെ ഒരു മാർക്കറ്റ് എന്നാണ് ഈ ഒരു ഭാഗത്തിന് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തമിഴ് ക്ഷേത്രമാണ്. ഓ, അടിപൊളി മനോഹരമായിട്ടുള്ള ക്ഷേത്രം. നോക്കിക്കേ, ഇത് മലേഷ്യയിലാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊന്നും അല്ല. எப்படி இருக்கு? நல்லா இருக்கும். நல்லா இருக்கா? எப்படி இருக்கும்? நான் நல்லா இருக்கு. என்ன கேரளாவா? கேரளாவா? இப்படி பேசுற தமிழ்? தமிழ் கொள்ளா நல்லா இல்லையா? இல்ல, கரெக்டா முருட்டான் இருக்கு. கரெக்டா முருட்டான் இருக்கு. பிளேனா பேசுன அப்படியே நைஸா. யாரு சிஸ்டரா? அது வந்து சிஸ்டர் ஃப்ரெண்ட் தான். எனக்கு சிஸ்டர் அக்கா தானா? அக்கா தானா? அக்கா. எனக்கு வந்து ചേച്ചി. ചേച്ചിനാ മലയാളത്തിൽ ചേച്ചി എന്ന് சொல்லுவே തമിഴിൽ ചേച്ചി കുറിഞ്ഞു. എന്തിര് അണ്ണ എന്തിര് പറയണം ഒന്നും മനസ്സിലാവില്ല. പറ பப்ளிசிட்டி பண்ணிடாத. நீங்க மோசமான மட்டும் பறைய வேண்டாம், நல்லது மட்டும் പറഞ്ഞാൽ பிரச்சனை இல்லை. ஆமா, நல்லது தானே. மோசம் പറഞ്ഞാ பிரச்சனை ஆயிடுவேன். மோசம்னா கெட்ட வார்த்தை പറയാது. இல்லையே, நான் தான் நல்லா தானே பேசுறேன். அதுதான், என்ன பிரச்சனை இல்லை. அக்கானா எனக்கு அக்கா, சிஸ்டர். യെസ്, അതുதான். ഈ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം. നിങ്ങൾ ഇങ്ങ மலேசியா மலை எங்க சுற்றுலாவா? ഞാൻ சுட்டிப்பாக்குற വന്നിருக்கு. உலகம் சுற்றும் வாலிபன். பணம் இருக்கு செய்யற. പണം ഒന്നുമില്ല, പണം എല്ലാം കാലി. നടന്നതാ പോറേ. பஸ்ல தானே வருவீங்க? യെസ് ബസ്സിൽ தான். അപ്പം ഞാൻ 6:30 மணிக்கு வாங்க. 6:30 மணிக்கு பூஜை இருக்கா? 6:30 மணிக்கா? ஓ, ப்ளீஸ் ஒரு நைஸ் നെച്ചോറ് இருக்கா? புளிசோறுலாம் இருக்கு. ഓ, 6:30 മണിക്ക് വന്നാൽ പുളിച്ചോറ് നെച്ചോറ് എല്ലാം കഴിച്ചിട്ടോ. അപ്പൊ 6:30 വരാം. அவங்க முஸ்லீமா? മുസ്ലിം. ഞാനും മുസ്ലിം. எப்படி வர முடியும்? வராதா? இது கோவில், கோவில்தா, பெரியவன் கோவில். എല്ലാവർക്കും മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു പ്രശ്നം ഇല്ലേ. എല്ലാവരും മനുഷ്യന്താ. പുള്ളിക്കാരൻ ഒരു പാവം ഒരു തമിഴ് ഏട്ടൻ കേട്ടോ. You wanna go inside? Have you been to temple? You never been? But you been to Batu? Batu where? Batu temple. Where? Batu caves. No. You never been? No. ഓ, ഇതുവരെയായിട്ടും പള്ളിയിലല്ലല്ലോ, ക്ഷേത്രത്തിൽ പോയിട്ടില്ല കേട്ടോ. നമ്മുടെ പാത്തിമയുടെ ആട് പുണ്ണാക്ക്. സിംഗ് come on. I forget. You forgot. പുണ്ണാക്ക് തിന്നു. You cannot forget like that. Yes. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. അവിടെ എന്താണ്ട് പൂവ് വിൽക്കുന്ന കടകള്, അടിപൊളി, നല്ല വൈബ്.
ഈ കാണുന്നതാണ് നമ്മുടെ ചൈന ടൗണിൻ്റെ ഭാഗങ്ങൾ. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ഞാനിവിടെ ഹോസ്റ്റലിൽ ബാഗ് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ചൈന സ്ട്രീറ്റ്. ഇവിടെ ഫുള്ള് ഓരോ ഷോപ്പുകളും ചൈനീസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ചൈനീസ് സ്ട്രീറ്റ് ആണെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ട് ചൈനക്കാർ വന്ന് ഇവിടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറി. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ധാരാളം നമ്മുടെ ഡൂറിയാൻ്റെ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡൂറിയാൻ്റെ സീസണാണ് കേട്ടോ ഈ ഒരു സമയത്ത്. യു ലൈക്ക് ഡൂറിയാൻ? Yes. Very much. I like durian smell. Okay. How about Very the much. taste? Taste okay, but I like the chocolate. Now I want to try the this one, cake. ഇവിടെ തന്നെ സ്ട്രീറ്റ് ഭക്ഷണങ്ങളൊക്കെ പലതരത്തിലുള്ള സ്ട്രീറ്റ് ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൈന ടൗണിൻ്റെ ഭാഗത്തോട് ചേർന്നിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഫുഡ് സ്ട്രീറ്റ് അല്ല, ഒരു എന്താ പറയുക, തുണികളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഫുഡ് സ്ട്രീറ്റും ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇവിടെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കണ്ടിട്ട് തന്നെ ബോറിംഗ് ആവുന്നു. തായ്ലൻഡിലൊക്കെ ഇതിൻ്റെ അപ്പുറം അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റുകൾ കാണാൻ സാധിക്കും. ചൈന ടൗൺ ആക്ച്വലി ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ബോറിംഗ് ആണ് സ്ഥലം. ഇതെല്ലാം നമ്മുടെ ചൈന ടൗൺ ആണ്, ചൈനീസ് ടൗണിൻ്റെ ഭാഗമാണ്. ഇവിടെ എല്ലായിടത്തും എന്താ ഡൂറിയാൻ്റെ സീസൺ ആണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ചീപ്പായിട്ട് ഡൂറിയാൻ കിട്ടും. ഈ കാണുന്നതാണ് ഡൂറിയാൻ. ഇവിടെ നമ്മുടെ ചക്കക്കുരുവൊക്കെ വെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലേ. 3 റിങ്കറ്റ്, അതായത് 65 രൂപയ്ക്ക് ഇത്രയും ചക്ക. ഞാൻ വീട്ടിൽ പോകുന്നതിന് ഇവിടെ നിന്ന് വിട പറയുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഒരു ഇത് വാങ്ങിച്ചു. ഇവിടെ നിന്ന് സുവനീർ വാങ്ങിച്ചു കേട്ടോ. ഞാൻ സാധാരണ സുവനീർ വാങ്ങുന്നില്ല. പിന്നെ വെറുതെ നടന്നു വന്നപ്പം 200 രൂപയ്ക്ക് 3 എണ്ണം എന്ന് പറഞ്ഞ് ഞാൻ സുവനീർ വാങ്ങിച്ചു ഇവിടെ നിന്ന്. ഇവിടെ ഉണ്ടല്ലോ ഈ കാണുന്ന പെറ്റലിംഗ് സ്ട്രീറ്റ്. ഇതാണ് നമ്മുടെ ചൈന ടൗണിൻ്റെ ഒരു സ്ട്രീറ്റ്. ഇവിടെയാണ് കേട്ടോ ഞാൻ ഇത്രയും നേരം ബോറിംഗ് എന്ന് പറഞ്ഞ് നടന്നത്. സത്യം പറഞ്ഞാൽ ബോറിംഗ് പോലെ ആയിരുന്നു എനിക്ക് തോന്നി ഇത്രയും നേരം. Why you laughing? When is your marriage? Tell me. Fatima, when are you going to get married? I want to come to your wedding. Secret. Why secret? You will not call me? Let's go here. Wait. You will not call me for your wedding? Kerala people want to know when is your wedding? Secret. Secret? No. Where is my Ashikin? Miss in action. ആഷിക്കിന് എവിടെ ഷെഫായിട്ട് ജോലി ചെയ്യുവാണ്. നമ്മൾ ചൈന ടൗണിൽ വന്നിട്ട് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ചെണ്ടോൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചെണ്ടോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക്. With durian is out of stock. Oh. But normal one. It's okay. No durian, not good. Right? നമ്മുടെ ചെണ്ടോൾ വന്നിട്ടുണ്ട്. Chendol is made up from coconut milk. And also the jelly is from pandan. And also red bean. നമ്മുടെ ബീൻസും പാം ഷുഗർ. Red sugar, what we Red call sugar. പാം ഷുഗറും നമ്മുടെ ജാഗരി പോലത്തെ സാധനമാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കോണും ഇതൊക്കെ ഇട്ടുള്ള ഉള്ളതല്ല ഈ സാധനം. ഇന്നലെ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക്, റൈറ്റ്? Yes, coconut milk. How is it? It's okay. It's okay. Okay. It's okay. Okay. Why? What happened to your face? I It's don't know. okay. It's okay. Now okay എന്ന് പറഞ്ഞപ്പോൾ ഫേസിന് എന്തോ മാറ്റം. Good? Very good? നല്ല ഫണ്ണി കേട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇത്. ഞാൻ അത് കഴിച്ച് ഒട്ടും രസമില്ല കേട്ടോ. നമ്മളിപ്പോൾ പൾസർ സനി ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഡൂറിയാൻ്റെ കേക്കും കണ്ടുപിടിച്ച്. വേർ ഈസ് ഡൂറിയാൻ കേക്ക്? ഫൈൻഡ് മീ ഡൂറിയാൻ കേക്ക്. I don't know, but we can find for you. ഇവിടെ ധാരാളം ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സ് നോക്കിക്കുക, നല്ല രസമുണ്ട് കേട്ടോ. മെയിലി നല്ല രസമുണ്ട് കേട്ടോ. ഇവരുടെ ചൈനീസ് ഡ്രസ്സാണ്. They are Malay Chinese? Nyonya. Nyonya. What is Nyonya? Nyonya is mix
മിക്സ് ഓഫ് മലായ് ആൻഡ് Chinese. മലായ് ആൻഡ് ചൈനീസ്. Yeah. അതിനെയാണ് കേട്ടോ നോന എന്ന് പറയുന്നത്. പുള്ളിക്കാരി ആക്ച്വലി നോനയാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ ക്ഷേത്രം, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ചൈനീസ് ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ചൈന ടൗണിലുള്ള ചൈനീസ് ക്ഷേത്രമാണ്. പണ്ട് മുതലേ എമിഗ്രൻസ് ആയിട്ട് വന്നവരൊക്കെയാണ് ഇവിടെ ആക്ച്വലി ഇങ്ങനെ വന്ന് ക്ഷേത്രം പണിതതും ഇവിടെ താമസിക്കാൻ തുടങ്ങിയതും. അങ്ങനെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ചരിത്രം തുടങ്ങിയത്. ഒരു ചൈന ടൗൺ ആയി മാറിയതല്ല. മുമ്പ് ഇവിടെ പേപ്പർ മില്ലിൻ്റെ ഒരു സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ചൈന ടൗൺ പോലെ തന്നെ മറ്റൊരു മാർക്കറ്റാണ്. എല്ലായിടത്തും ഇതുപോലുള്ള ഫുഡ് സ്ട്രീറ്റും ഇതൊക്കെയാണ്. ഇവിടെ വേറെ അങ്ങനെ മലേഷ്യയിൽ വന്നാൽ ക്യാപിറ്റൽ അങ്ങനെ കാണാനൊന്നുമില്ല. പിന്നെ നമ്മുടെ ബാത്തു കേവ്സും അവിടുത്തെ നമ്മുടെ ക്ഷേത്രവും അത് ഭയങ്കര പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് കേട്ടോ ഇവിടെ കാണാനായിട്ടുള്ളത് സ്ട്രീറ്റ് ഭക്ഷണശാലകളൊക്കെ. അങ്ങനെ പാത്തുമ്മ, ഇതെന്താ പാത്തുമ്മ? What is this? Durian pie. ഡൂറിയൻ പൈയും ഡൂറിയൻ കേക്ക്. അങ്ങനെ ഫൈനലി ഞാൻ ഡൂറിയൻ കേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറേ നാൾക്ക് ശേഷം അല്ല, ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫാത്തിമ എനിക്ക് ഡൂറിയൻ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. നമുക്ക് ടേസ്റ്റ് ഡൂറിയൻ പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. Is it strong or It's okay. not too strong? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. Like it? It's okay. Expectation, Yeah, it's okay. Okay. but because it's dry, I think. It's not. Never mind. We eat. നമ്മുടെ പയ്യെങ്കിലും കൊള്ളാമോ നോക്കട്ടെ. You what? This one. It's okay. Okay. But I think better than cake. Ben. Okay. Bismillah. More better, right? Yeah. Fatima, see you. See When you. we will meet. Inshallah, we'll meet. Inshallah. Okay. Thank you for coming. Thank you for everything, for the friendship. Hope you enjoy your travel life till the end. Okay. You too, you know. Masalama. Masalama. അങ്ങനെ ഫാത്തിമ ഇവിടെ പറഞ്ഞ് ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഞാൻ ബാഗ് വെച്ചില്ലേ ഹോസ്റ്റലിലെ, അവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ടിനെ, ഒരു മുംബൈക്കാരനാണ് കേട്ടോ, അവനെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയാതെ തെറ്റി ഓവർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകണം. നമ്മുടെ നേരത്തെ ഉണ്ട ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ നമ്മുടെ വേറെ ഒരു ക്ഷേത്രമാണ് കേട്ടോ, ഈ കാണുന്ന സ്ഥലത്തായിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രമാണ്. ഇത് നമ്മുടെ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ 6:30 ഇവിടെയും പൂജയും നമ്മുടെ ഇതൊക്കെ കൊടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ഫുള്ള് തമിഴിലെ ഭജനയൊക്കെയാണ് ഇവിടെ. അങ്ങനെ തിരിച്ച് ഞാനിവിടെ എത്തിയ ബസ് സ്റ്റേഷനിൽ തന്നെ, ഇവിടെ ഞാൻ ബാങ്കോക്കിൽ എങ്ങനെ എത്തിയതാണ്, ബാങ്കോക്കെന്ന് നമ്മുടെ മലേഷ്യയിൽ എങ്ങനെ എത്തി, കോലാലംപൂരിൽ എങ്ങനെ എത്തി, ആ ഒരു സെയിം ബസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ തിരിച്ച് ഡിപ്പാർട്ട് ചെയ്തിട്ട് ഞാൻ തായ്ലൻഡിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ഞാൻ ഓൾറെഡി 60 റിംഗറ്റിന് നമ്മുടെ ബസ് തായ്ലൻഡ് നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഹത്യായ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാനായിട്ട് ബസ് ഞാൻ ബുക്ക് ചെയ്തു. ഹത്യായ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൗണ്ടർ ഏതാണ്ടോ, ഇവിടെ കുറേ ധാരാളം ബസ്സുകളുണ്ട്, ഓരോ പല ഭാഗത്ത് പോകുന്ന. മലേഷ്യയിലെ കോലാലംപൂരിലെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അങ്ങനെ അവസാനം ബോർഡിങ് കിട്ടി, QR കിട്ടിയിട്ടുണ്ട്. QR ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഫോണിൽ കിട്ടും. ഫോണിൽ കിട്ടുന്നതിന് 1 റിംഗറ്റ് കൂടുതൽ കൊടുക്കണം. 1 റിംഗറ്റ് എന്ന് പറയുമ്പോൾ 22 രൂപ, 21 രൂപ കൂടുതൽ കൊടുക്കണം. ആ 22 രൂപ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതും എടുത്തിട്ട് പോകണം. ആ ഒരു സംഭവമാണ്. ഇനി 9:30 ശേഷം എനിക്ക് ഇവിടെ നിന്ന് പ്രവേശിച്ച് താഴോട്ട് പോകാം. അതിനുള്ളിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. മുകളിൽ നമ്മുടെ ഫുഡ് കോർട്ടുണ്ട്. ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇനി വെളുപ്പാങ്കാലത്തേനകത്തുള്ളൂ കേട്ടോ. 8-8.5 മണിക്കൂർ യാത്ര ഉണ്ട്. 8.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോർഡറും ക്രോസ് ചെയ്തിട്ട് അവിടെ എത്തുന്നത്. ഞാൻ എവിടെ എത്തുന്നത്? ഹത്യായി. നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ശ്രീമജു എന്ന് പറയുന്ന ഈ ഒരു ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. അത്യാവശ്യം നമുക്കിതൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ബസ് കേട്ടോ. നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബസ് ജേണിയാണ്. ഞാൻ എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഇവിടെ മൂലയ്ക്ക് ഇവിടെ ഉള്ളിലോട്ട് വെച്ചു. നമ്മൾ ബസ്സിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മളിവിടെ തായ്ലൻഡിൻ്റെ എമിഗ്രേഷനിലോട്ട് വന്നതാണ്. മലേഷ്യയുടെ എമിഗ്രേഷൻ ഈസി ആയിട്ട് കഴിഞ്ഞു. നമ്മൾ ബസ്സിൽ ഇരുന്ന് തന്നെ അവർ എക്സിറ്റ് അടിച്ച് തന്നു. ഇനി തായ്ലൻഡിൻ്റെ ഭാഗം ഇവിടെ നല്ല തിരക്കുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് കാരനാണെന്ന് പറഞ്ഞപ്പോൾ മാത്രം എന്നെ പിടിച്ച് മാറ്റി വെച്ചു. എന്ത് കാരണമെന്ന് അറിയില്ല. തായ്ലൻഡിൽ ഇന്ത്യക്കാർക്ക് മാത്രം പ്രശ്നമുണ്ടോ? എന്നെ എമിഗ്രേഷനിൽ നിന്ന് പിടിച്ച് കൊണ്ട് വേറെ ഒരു ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചു. India? Yeah, India. Why? What problem? But I check passport no problem. Only for Indian? Yeah. Oh, India members stamp passport. Indian members problem? Ah, Okay. I'm a traveler, tourist. What is? How many days in Thailand? Now 1 week. 1 week. I go home. I go home to India, right? Yeah. You have ticket? Yeah, I have. Yeah, You I have the arrival card. other worker. Yeah, I have this. Yeah, and I understand. No, Okay. ticket go to India. Yeah, I have. Yeah. Okay, you right. Ticket and my phone and come back again. Outside. Can you give me pen? No, outside. നമുക്ക് മാത്രം പ്രത്യേകമായിട്ട് ഇവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യണമല്ലോ. താങ്ക് യു. ഇവിടെ ഇന്ത്യക്കാർക്ക് മാത്രം എന്താണെന്തോ. ഹലോ. You right and ticket go back to India. മൈ ഫ്ലൈറ്റ് നമ്പർ. Yeah. ഓക്കെ. Flight number. Okay, sure. My boss. Okay. Okay. Thank you. I already have the Digi, Okay. the arrival card. Yeah, arrival card. Okay. Sit down. Yep. Oh, sorry. It's your flight. Flight go back to India. Flight go back to India. Flight go back to India. Flight. It's already. Okay. All right. Thank you. Bye bye. Go to Singapore. आपका रिटर्न टिकट पूछ रहा है. ഫൈനലി എൻ്റെ അത് കഴിഞ്ഞു കേട്ടോ. അവർ ഇന്ത്യക്കാർക്ക് മാത്രം റിട്ടേൺ ടിക്കറ്റ് എല്ലാം ചോദിക്കുന്നു. ഈ കാണുന്ന ബസ്സിലാണ് അങ്ങനെ വന്നിറങ്ങിയത്. ശ്രീ മജു എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ. ധാരാളം കമ്പനികളുണ്ട്. അങ്ങനെ നമ്മുടെ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട്. കപ്പങ്കായുടെയും സവാദിക്കായുടെയും നാട്ടിലല്ലേ സവാദിക്ക. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പ്ലാൻ ചെയ്യട്ടെ. ഇനി ഇവിടെ നിന്ന് തന്നെ വേറെ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഫുക്കറ്റിലോട്ട് പോകുന്ന ബസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. പിന്നെ എൻ്റെ യൂസഫ് എന്ന് പറയുന്ന എൻ്റെ ലിബിയൻ സുഹൃത്തില്ലേ, ലിബിയൻ സുഹൃത്ത്, അവൻ ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവൻ മലേഷ്യയിലോട്ട് പോകും. അവൻ മലേഷ്യയിൽ പോകാൻ വേണ്ടി ഇന്ന് വെളുപ്പാലത്ത് എത്തിയാണ്. ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിൽക്കാൻ, നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ. അപ്പം നോക്കട്ടെ എങ്ങനെയാണെന്ന്. നമ്മളെ ചെറുക്കൻ വന്നിട്ടുണ്ട്, യൂസഫ്.
ഹബീബി താൽ താൽ താൽ. നമ്മള് ലാസ്റ്റ് ഫുക്കറ്റിൽ അടിച്ചു പൊളിച്ചതാണ് കേട്ടോ ഒരു ദിവസം. അയ്യോ, അവൻ ലിബിയക്കാരനാണ്. നമ്മൾ മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുന്നേ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അങ്ങനെയുള്ള ബന്ധമുണ്ട് കേട്ടോ. അന്ന് പരിചയപ്പെട്ട ബന്ധമാണ്. പിന്നെ നമ്മൾ വീണ്ടും ഫുക്കറ്റിൽ ഒരുമിച്ചു. അങ്ങനെ ഇപ്പം വീണ്ടും നമ്മൾ ഹത്തായിൽ, ഞാൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം അവൻ തായ്ലൻഡിൽ നിന്ന് അങ്ങോട്ട് മലേഷ്യയിലോട്ട് പോകും. കണ്ടില്ലേ, തായ്ലൻഡിലൂടെയൊക്കെ എന്ന് പറയുമ്പോൾ ബുദ്ധ സന്യാസിമാരില്ലേ, അവർ രാവിലെ ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക, ബുദ്ധ സന്യാസിമാർ ഇവിടെ തായ്ലൻഡിൽ ജീവിക്കുന്നതെന്ന് പറയുമ്പം ഓരോ സ്ഥലത്ത് പോയിട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അവരുടെ ഓഫറിങ് വാങ്ങിച്ചിട്ടൊക്കെയാണ് കേട്ടോ ജീവിക്കുന്നത്. അതുപോലെയാണ് ദാണ്ട് ഇവിടെ ഒരു ബുദ്ധ സന്യാസി വന്ന് ഇവിടെ എന്തോ വാങ്ങിച്ചു ഇവരുടെ ഒരു പാത്രം കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് എല്ലാ കടകളിലും അവർ കയറിയിട്ട് ഓരോ ആളുകളുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് അവർ ചിലപ്പോൾ റൈസ് കൊടുക്കും, ചില സംഭവങ്ങളും കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ അവർ പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു ഇത് എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടില്ലേ, അവിടെ ആശ്രയം എന്തോ കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് സന്യാസിയുടെ അടുത്ത്. അപ്പോൾ സന്യാസി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുറച്ച്. രാവിലെ 7-11 പോയിട്ട് കുറച്ച് ചോറും റൈസും ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹദ്യായിയുടെ റെയിൽവേ സ്റ്റേഷനാണ്. ഹദ്യായി റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാം പണ്ട് ഇവരുടെ എന്താ പറയുക, ബ്രിട്ടീഷുകാരും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ നല്ലതുപോലെ റെയിൽവേ സ്റ്റേഷനുകളും സംഭവങ്ങളൊക്കെ വന്നു. ഈവൻ ഇന്ത്യയിലായ പോലും നമ്മുടെ ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നത്. അതിനർത്ഥം നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാക്കൂ എന്നുള്ളതല്ല, അല്ലാതെയും ചിലപ്പം ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ ഞാനിനി രാത്രിയൊക്കെയുള്ള ട്രെയിൻ ടിക്കറ്റ് നോക്കാനായിട്ട് വന്നതാണ് ഇവിടെ. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു, കാരണം ഇന്നിപ്പോൾ രാത്രിയാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അവനും രാത്രിയാണ് ബസ് ഉള്ളത്. അപ്പോൾ രാത്രി ബസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു, പകൽ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് ഇവിടുത്തെ എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു റീത്ത് എന്നാ കേട്ടോ, റീത്ത് തൂക്കിയിട്ടേക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ റീത്തല്ല സാധനം. ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഫാൻ എന്ന് മനസ്സിലാക്കിയത്. കാരണം 1000 രൂപയുടെ റീത്തോ, 1000 എന്ന് പറയുമ്പോൾ 3000 രൂപയുടെ റീത്തോ ഈ സംഭവം. ആക്ച്വലി ഫാൻ അവർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹത്തായിലെ പഴയകാലത്തെ ബിൽഡിങ്ങുകളാണ്, മനോഹരമാക്കി പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു നമ്മുടെ സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യയൊക്കെ പോലെ തോന്നുന്നു. നല്ല രസമുണ്ട്. ഇവിടെ എല്ലായിടത്തും ഗോൾഡിൻ്റെ കടകളാണ്. എല്ലാം ചൈനക്കാരുടെയാണ് ഫുള്ള് ഗോൾഡ് കടകൾ. എല്ലാം രാവിലെ തുറന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ നമ്മൾ വേറൊരു മഷൂർ ഇൻസാൻ അന്ത മഷൂർ മാ ഇസ്മക വാട്ട്സ് യുവർ നെയിം? أنا توني تاي. Tunisia, Thailand. Oh, Tony Thai. Is that your real name? Yeah. Is that your real name? Or is your social media name? This social media name. Oh, Tuni Thai. അതായത് ടുണീഷ്യ തായ്. ടുണീഷ്യയുടെ തുണിയും തായ്ലാൻഡിന്റെ തായും കേട്ടോ. പുള്ളിക്കാരൻ തുണി തായ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇവൻ അറിയായിരുന്നു, നമ്മുടെ യൂസഫിനെ ഓൾറെഡി അറിയായിരുന്നു. കാരണം തുണീഷ്യ ലിബിയ ഇസ് എ വ്ളോഗർ. He's very famous. പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആളാണ് കേട്ടോ. Anything about Thailand you can ask for anything. You born here? No, Saudi Arabia. Oh, you born in Saudi Arabia. But now I live in Thailand. Now you live in Thailand. ഇപ്പോൾ തായ്ലൻഡിൽ താമസിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് കമ്പനി തരുവാണ്. പുള്ളിക്കാരൻ്റെ സയാറയിലോട്ട് പോവാണ് കേട്ടോ, കാറിലോട്ട് പോവാണ്. പുള്ളിക്കാരൻ്റെ കാറിൽ ഇതാ ടുണീഷ്യയുടെ ഫ്ലാഗും ഇവിടെ തായ്ലൻഡിൻ്റെ ഫ്ലാഗുമാണ് കേട്ടോ. കൊള്ളാലോ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 4 മണിയായി. ഞാനിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ അവസാനം ഇവിടെ കണ്ട ഒരു കടയിൽ, ഹലാലാണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ട ഒരു കടയിൽ ചിക്കൻ, അപ്പുറത്ത് ഫുള്ള് പോർക്കാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ എല്ലാത്തിനും പോർക്കിലാണ്. പിന്നെ ഇവരെ കണ്ടപ്പം തന്നെ തോന്നി സവാദിക്ക. ഓ, ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം. ഇത്രയേ ഉള്ളൂ. നേരത്തെ ഒരാൾക്ക് കുറേ കൊടുക്കുന്നുണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ സംഭവം.
അങ്ങനെ അവസാനം കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ വേറൊരു സുഹൃത്തിനെ കൂടെ ഞാനിവിടെ വെച്ച് കണ്ടു. അവൻ്റെ കൂടെ കമ്പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കയറാൻ വേണ്ടി എത്രത്തോളം ആളുകളാണെന്ന് നോക്കിയാൽ ഇവിടെ മുഴുവൻ ആൾക്കാരാണ്. ഫുൾ ആളുകളാണല്ലോ, അത്രയ്ക്ക് തിരക്ക്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ട്രെയിൻ ലേറ്റ് ആവുകയും ചെയ്തു. കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. ഇതിൽ ഓൾറെഡി കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് ലോങ്ങിൽ നിന്ന് വന്ന ട്രെയിനാണ്, വേറെ ഏതോ ഭാഗത്തുനിന്ന് വന്ന ട്രെയിനാണ് ഈ കാണുന്നത്. If you get bored, you can come to 8, okay? If you get bored, you can come to 8. ഞാൻ ഇനി എൻ്റെ ഇതിലോട്ട് പോട്ടെ. നല്ല തിരക്കാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ മുഴുവൻ ആൾക്കാരാണ്. ഇത് സീറ്റ് കിട്ടുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇവിടെ മുഴുവൻ ആൾക്കാരായതുകൊണ്ടേ ഞാൻ അതിനെ ഉള്ളിലോട്ട് കയറുന്നു. ഓ മൈ ഗോഡ്. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റും സംവിധാനവും ഒക്കെ. ടിക്കറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ടിക്കറ്റ് നോക്കിയിട്ട് പോകണം. ഓൾറെഡി വണ്ടി ഫുള്ളാണെന്ന് തോന്നുന്നു. ഫുള്ള് ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ആളുകളും. എൻ്റെ സീറ്റ് ആ ഒരു ഭാഗത്താണ് കേട്ടോ. 41-42 അവിടെ. അവസാനം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയം 4 മണി. ഇനി ഞാൻ എത്തുന്നത് രാത്രി 11 മണിയാണ്. അതായത് ഒരു 6 മണിക്കൂർ 6-7 മണിക്കൂർ യാത്ര ഉണ്ട്. ലോങ് ജേണിയാണ്, പക്ഷെ കുഴപ്പമില്ല, യാത്രയൊക്കെ കംഫർട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് പോവാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള സീറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ സമയം രാത്രിയായി കേട്ടോ. ട്രെയിനിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും, പുറത്തൊന്നും കാണാൻ സാധിക്കില്ല, ഇരുട്ടാണ് മുഴുവനായിട്ട്. ഇവിടെ ഇവരുടെ സൂപ്പ് എന്തോണം കേട്ടോ. നമ്മുടെ സൂപ്പ് എന്തോ സാധനം ഒന്ന് കൊണ്ടുവന്നതാണ്ട് ഇവിടെ എല്ലാവർക്കും വിൽക്കുവാണ് കേട്ടോ. എന്ത് സാധനം ഇത്? ഓ റൈസ് സൂപ്പ്. ആ റൈസ് സൂപ്പാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമായിരുന്നു സാധനം. അങ്ങോട്ട് പോയ സോപ്പ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിന്റെ മണം കാരണം മാത്രം ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന്റെ മണം സത്യം പറഞ്ഞാൽ ഭയങ്കര ഫാസിനേറ്റിംഗ് മണം കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ സൂപ്പ് ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും വാങ്ങാൻ വേണ്ടി പൈസ എടുത്തിട്ടുണ്ട്. 120 രൂപ. ഈ കാണുന്നതാണ് കേട്ടോ. ഇത് സ്പൈസി പപ്പങ്ക ഇതാണ് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. ഇത് ട്രെയിൻ ഫുൾ ഇതിന്റെ മണമുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിനിന്റെ സെക്കൻഡ് ക്ലാസ് കേട്ടോ. സെക്കൻഡ് ക്ലാസ് ഇത്രയും നല്ല അടിപൊളി ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കാണിച്ചു തരാം. സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. എൻ്റെ അമ്മോ ഈ കാണുന്നതാണ്. ഹലോ, വാവ്, ഇറ്റ്സ് വെരി ഗുഡ്. ഇതാരെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും. നമ്മുടെ ജൂണില്ലേ, ജൂണിന്റെ നല്ലൊരു ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. ജൂണിന്റെ ക്ലോസ് ഫ്രണ്ട് ഈ ട്രെയിനിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ അടിപൊളി കേട്ടോ. പക്ഷെ ഒരു കുഞ്ഞ, അതായത് ഒരു കറക്റ്റ് അല്ല കേട്ടോ, ഒന്നും കറക്റ്റ് അല്ല. കൊള്ളാം. ഇതാണ് കേട്ടോ
അതായത് ഇതിലേക്കൂടെ ഇങ്ങനെ ചവിട്ടി വേണം ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ. ഇവിടെ ബാഗ് വയ്ക്കാനുള്ള റാക്ക് ഇവിടെ. അയ്യോ, ഇവിടെ ആരോ കിടക്കുന്നു. അവസാനം ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ കിടക്കുന്ന കണ്ടില്ലേ, എന്ത് രസമായിട്ടാ. ഇതാണ് ഇവിടുത്തെ ശുചിമുറി. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിശിഷ്ടാതിഥിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ജൂണിനെ തന്നെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ജൂണിൻ്റെ സുഹൃത്ത് ഹലോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മുടെ ജൂണിനെ കാണിച്ചു തരുന്നത്. ഇന്നത്തെ ജൂണിലൂടെ ഒരു 2-3 ദിവസം ഞാൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവർ എല്ലാവർക്കും പറഞ്ഞു. അങ്ങനെ എൻ്റെ മലേഷ്യൻ യാത്ര ഇവിടെ വന്നിരിക്കുന്നത് സവി എന്ന് പറയുന്ന നമ്മുടെ ജൂണിൻ്റെ തായ്ലൻഡിലെ വില്ലേജിലാണ്. ജൂണിനെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ ജൂണ്? ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ വന്നിറങ്ങിയത്. ഇത് നമ്മുടെ മലേഷ്യൻ ബോർഡറിൽ നിന്ന് അങ്ങ് ബാങ്കോക്ക് ക്യാപിറ്റൽ വരെ പോകുന്ന ഒരു ലോങ് ട്രെയിനാണ്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ് നമ്മുടെ ജൂണിനെ ഇവിടെ പറഞ്ഞ് പോയതും ഇപ്പം ഞാൻ ഇവിടെ എത്തിയതും ഈ കാണുന്ന സ്റ്റേഷനിലോട്ട് തന്നെയാണ്. ഡൂറിയാൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം. ഡൂറിയാന് കൊറിയറിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ. വാ, ഇവിടെ ഇതാര് വന്നേ നോക്കിയേ നമ്മളെ വിളിക്കാൻ വേണ്ടി. ഇതോ ജൂണിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. Habibi! How are you? I'm good, are you? Yes, good. Tired? No. How's your mom? She's good. Oh, your brother? Welcome back to Sri again. Yes, welcome back. Very fast. Very fast. Yeah. Oh, your brother. 1 year later. 1 year later? Yeah. Feel like 1 year later. Bro, hi. Hello. ബ്രോ ഒരിക്കലും മിണ്ടൂല കേട്ടോ, വാ തുറക്കൂല. ബ്രോ എപ്പോഴും ഇങ്ങനെയാണ്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. So happy. Yeah. Good to see you again. Yeah, you happy to see him No. and me? No. I'm very happy to see you too. Oh no, it's fake, it's fake. No, you best friend. Me no friend. You best friend. Yeah, she's my best friend for life. My twin name. Yes. My twin. Yeah, yes. A lot of people from Kerala. She half Indian too. It's her grandfather is from India. Oh, okay. You don't know from her face? Yeah. Okay, പുള്ളിക്കാരിയുടെ keep your bag. മുത്തച്ഛൻ ഇന്ത്യക്കാരനാണെന്നാണ് പറയുന്നത്, അറിയില്ല. നീ ബാഗ് വെച്ചിട്ട് വീട്ടിലോട്ട് പോട്ടെ. വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഹലോ മിയോ സവാദിക്ക. മിയോ സവാദിക്ക. ലോങ് ടൈം മിയോ. ഗുഡ്. ആഫ്റ്റർ ലോങ് ടൈം മിയോ. പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന ഫീലാണ് കേട്ടോ. കറക്റ്റ് എൻ്റെ വീട്ടിൽ വന്ന അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ് കേട്ടോ. Not shower. Go shower. Ma, you first or me? You first or me? You can shower there. Okay, you shower here, I shower there. 2 places. Okay, I will not fight. We will not fight. Oh, Mio. For me, no, for me. No for you. Mio, no for me. No for me. Me? Roy, welcome drink. Welcome drink. Yes. Oh, You couple. wanna drink beer? No. You wanna eat? Me. No. No. Me. She hungry. Me no hungry. Durian. എനിക്ക് തന്റെ ഡൂറിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇവിടെ തന്റെ മുട്ട ചോറ്. വാവ്, വെരി ഗുഡ് മേ. Có kín ni ra ni à. Mua mẹ, khai chợ mua rắc. Anh đi bên nằm khang nữa kìa, đi bó.